യോൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെയാണ്. ഞാനിതിന് മുന്നേയും കുറച്ച് വീഡിയോസ് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഞാനങ്ങനെ ലോങ് വീഡിയോസ് അങ്ങനെ ഇട്ടിട്ടില്ല. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ലോങ് വീഡിയോ. എന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ ഒരു കാജലിൻ്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഒരു റെനയുടെ കാജലിൻ്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് അത് ലോങ് വീഡിയോ ആയി പോയതാണ്. സോ ഞാൻ അങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ. അല്ലാതെ ഞാനിങ്ങനെ എന്താ പറയുക, ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു വീഡിയോസും ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് എൻ്റെ ഓൺ വോയിസിൽ ഞാൻ തന്നെ പറയുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇടണം എന്നുള്ളത്. അതിനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. എനിക്ക് കോൺഫിഡൻസ് ഭയങ്കര കുറവുള്ള ഒരാളാണ്. ഇൻ ദ സെൻസ് നമ്മൾ സംസാരിക്കാനാണെങ്കിലും സ്റ്റേജ് ഫിയറൊക്കെ എനിക്ക് അത്യാവശ്യം ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഇതിലോട്ട് എത്തി എന്നുള്ളത് കുറേ നാളത്തെ ഒരാഗ്രഹമാണ്. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. അപ്പം കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ ഉള്ള കണ്ടൻസ് ഇടും, പിന്നെന്താ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരെന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും, അവർ കളിയാക്കുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുമല്ലോ. അപ്പം ഇപ്പോഴും ഒന്നും മാറിയിട്ടൊന്നുമില്ല കേട്ടോ. കംപ്ലീറ്റ്ലി മാറിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു തോട്ടൊക്കെ മാറിയിട്ട് ഒരു നല്ലൊരു സമയം വരുമ്പം സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. അങ്ങനെ ഒരു സമയം വരില്ല. കളിയാക്കാനുള്ളവർ കളിയാക്കിക്കൊണ്ടിരിക്കും. നമ്മളെ എന്താ പറയുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവർ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. സോ ഇപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എൻ്റെ വേറൊരു ഡൗട്ട്, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് എന്താ പറയുക കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, ഏത് ടൈപ്പിലുള്ള കോണ്ടൻറ്റ്സ് ഞാൻ ഇടും, അതൊക്കെ എൻ്റെ ഡൗട്ടായിരുന്നു. അതിപ്പോഴും എൻ്റെ ഡൗട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഡേ ടു ഡേ അപ്ഡേറ്റ്സ് ഇടാമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ അത്യാവശ്യം ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണെങ്കിലും മാക്സിമം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാറുണ്ട് ഇപ്പോൾ. പിന്നെ അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാറുണ്ട്. എനിക്കിപ്പോൾ 70 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഗൈസ്. അപ്പം ജെന്യൂൻ ആയിട്ടുള്ള ഓഡിയൻസ് ആണ് എന്ന് തോന്നുന്നു. കാരണം ഞാൻ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ടൈം ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ കുറച്ച് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങനെ എവിടെ അപ്ലോഡ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഒരു ഷോർട്സ് ഇടുമ്പോഴും ഒരു 1-2 ആൾക്കാരൊക്കെ വീതം ആഡ് ഓൺ ആവുന്നുണ്ട്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണതിൽ. പിന്നെ പറയാനുള്ളത് എന്ന് പറയുമ്പോൾ ഓക്കെ, ഞാൻ എങ്ങനെ യൂട്യൂബിലോട്ട് വന്നു എന്നുള്ളതാണ്. അത് എനിക്കൊരു 1000K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതെനിക്ക് പെട്ടെന്നൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. സോ എന്താ പറയുക, ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ്. ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എഡിറ്റിങ്ങൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ക്ഷമിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റൊക്കെ ഞാൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. Bye. Have a nice day.